ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയൊരു വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ഏകദേശം ഒരു മാസത്തിന് മുമ്പുള്ള വീഡിയോ കേട്ടോ. ഒരു മാസത്തിന് മുമ്പ് നമ്മുടെ വോൾവർഹാംപ്റ്റണിലെ വെസ്റ്റ് പാർക്കിൽ ഒരു കിഡ്സ് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു യൂത്ത് ഫെസ്റ്റിവൽ പോലൊക്കെ സംഘടിപ്പിച്ചായിരുന്നു. അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത, സമ്മർ സീസൺ ആകുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് അവർ സംഘടിപ്പിക്കും. അപ്പോൾ അതുപോലെ ഈ കിഡ്സിനും യൂത്ത്സിനുമൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം അവരുടെ നടത്തുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആ പ്രോഗ്രാമിലേക്ക് വന്നതാട്ടോ. അപ്പം ഞങ്ങൾ വരുമ്പം പതിവ് പോലെ തന്നെ നമ്മൾ കുറച്ച് കഴിക്കാനൊക്കെ എന്തെങ്കിലും കയ്യിൽ കരുതിയിട്ടാണ് വരിക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിശന്നിരിക്കുമ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് അത്യാവശ്യം ഒന്ന് സെറ്റാക്കിയിട്ട് ഉള്ളിലേക്ക് കയറ്റിയാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങോട്ട് പോകും. ഞങ്ങൾ വന്നിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെസ്റ്റ് പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വെസ്റ്റ് പാർക്ക് ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല മനോഹരമായ പാർക്കാട്ടോ. കുറേ വെള്ളവും അരയന്നങ്ങളും പിന്നെ അതുപോലെ കുട്ടികൾക്ക് പ്ലേ ഏരിയയും ഒക്കെ ഉണ്ട്. അപ്പോൾ വെസ്റ്റ് പാർക്കിൻ്റെ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഈ ഒരു ശില കണ്ടോ, ഇത് കല്ലിൻ്റെ, ഇത് പണ്ടെന്തോ മഞ്ഞിൽ ഒഴുകി വന്നതാണ് ഈ കല്ല്. അതായത് വെസ്റ്റ് വെയിൽസിൽ നിന്നോ എങ്ങാണ്ട് ഒഴുകി വന്ന് വോൾവർഹാംപ്റ്റണിൽ അടിഞ്ഞതാണ്. അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ചരിത്രം കേട്ടോ. അപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ ഈ ഒരു ഏരിയ കണ്ടോ, ഇത്ര ഏരിയ അവരിങ്ങനെ കവർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ഇത് കൊച്ചുകുട്ടികളും യൂത്ത്സിനെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാം ആണെങ്കിലും ഇവിടെ വരുന്ന എല്ലാ പാരൻസ് ആണെങ്കിലും ഇച്ചിരി മുതിർന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും എല്ലാവർക്കും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പാർക്കിലേക്ക് നമ്മളിത് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് അതിൻ്റെ ലോഗിനെല്ലാം ചെക്ക് ചെയ്യും. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മളെ ഉള്ളിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു കളർ ബലൂണിൽ എന്തോ ഒരു പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെന്താ, കളർ എസ്കേപ്പ് എന്നാണ് അതിനെ പറയുക. അപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടി നമ്മളും അങ്ങോട്ട് വന്നു. അതായത് ഈ കോമ്പൗണ്ടിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആട്ടോ. ഈ ഇപ്പോൾ കാണുന്ന എല്ലാ പരിപാടികളും നമുക്ക് ഫ്രീ ആയിട്ട് ആസ്വദിക്കാവും, അതിൽ പങ്കുകാരാകാം. അതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിതുപോലൊരു ഗൗൺ നമുക്ക് തരും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ കളർ എസ്കേപ്പിനുള്ളിലേക്ക് കയറി. ഒന്നുമില്ല, നല്ലൊരു ബലൂൺ പോലത്തെ ഒരു സംഭവം, നല്ല കാറ്റ് പോലെയുള്ള ഒരു അന്തരീക്ഷം, പിന്നെ നമ്മുടെ ചെരുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഊരിയിട്ട്, എനിക്ക് തോന്നുന്നു ഈ കളർ ഡ്രസ്സ് ഇട്ടേക്കുന്നത് ഒന്ന് നമ്മളെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മേത്തുള്ള എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് ഒന്നും ഈ ബലൂണിൽ തട്ടി അത് കീറാതിരിക്കാനും ഒക്കെ കൂടി ആയിരിക്കാം. എന്തായാലും നമ്മുടെ ചെരുപ്പ് നമ്മൾ അഴിച്ചിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഈ കളർ എസ്കേപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി. വളരെ മനോഹരമായ കാഴ്ചയാട്ടോ ഈ കളർ എസ്കേപ്പിൻ്റെ ഉള്ളിലേക്ക്. അതായത് പുറത്തെ ആ ലൈറ്റ് അങ്ങ് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഫുൾ നല്ല കളർഫുള്ളാണ്. ഓരോ ബലൂണിനും ഓരോ കളറൊക്കെ ആയിട്ട് ഒരു മറ്റേ മെയ്സ് പോലെ നമുക്കിങ്ങനെ വഴി കണ്ടുപിടിക്കാതെ ഇങ്ങനെ കുറേ ദൂരം നടന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊരു എക്സിറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കുറച്ച് നടുക്കോട്ട് എത്തിക്കഴിയുമ്പോൾ അതാണ് കളർ എസ്കേപ്പ്. ആദ്യം എല്ലാവരും ഒന്ന് അന്താളിച്ച് നിന്നെങ്കിലും പിന്നീട് ഭയങ്കര രസമായിട്ട് തോന്നി. അതായത് അതിലേ പോയാൽ ഇതിലേ വരും എന്നറിയില്ല, അങ്ങനെ നല്ല രസമാണ്. അപ്പം ഇതിൻ്റെ എവിടെയോ നിന്നൊരു മ്യൂസിക് കേൾക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ മ്യൂസിക് ഇതിനകത്ത് പ്ലേ ആക്കുന്നില്ല. ആ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞ ഒരു കുറച്ച് ഭാഗം കാണിക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമോ എന്നറിയില്ലല്ലോ, അപ്പം അതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ നാലാളും ഇങ്ങനെ ആ ഒരു മ്യൂസിക് ലക്ഷ്യമാക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഓരോ റെഡ് ബലൂണിൻ്റെ ഏരിയയിൽ നിന്നാൽ നമ്മൾ ഫുൾ റെഡ് കളറായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ നല്ല രസമുണ്ട്. പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക, കോൺട്രാസ്റ്റിലൊക്കെ നമ്മുടെ ഫേസ് പലയിടത്തും കാണാൻ പോലും പറ്റാത്തൊരു കളറിലേക്കൊക്കെ വരുന്നുണ്ട്. അത്ര ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഭയങ്കര കൂളാണ്, അത്ര ചൂടൊന്നുമില്ല. ഓൾറെഡി ഇന്ന് നല്ല വാമായിട്ടുള്ളൊരു ക്ലൈമറ്റിലാട്ടോ ഈ പ്രോഗ്രാമിന് നമ്മൾ പോയിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഈ ബലൂണിൽ ചവിട്ടി നടക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുറേ നടന്ന് അതിൻ്റെ ഒരു മിഡിൽ പാർട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് കലാകാരന്മാർ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്.
most natural scale in the whole of the universe. It's how everything likes to vibrate to. All culture doesn't have that scale, because we changed it to how we like. Like the piano, it's totally out of tune with that. Yeah. Guitar, so you understand it, and you will be on such a high. Like my favourite takeaway. So like as soon as they start hitting their pads, ദീപ ഇങ്ങോട്ട് വാ. അപ്പോൾ ഇതുപോലെ ഈ കലാകാരന്മാർ അവരുടെ ആ ഒരു വോക്കൽസിനെ പറ്റിയും പിന്നെ അവർ ആ വൈബ്രേഷനിൽ പാടുന്നതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അത്ര സംഗീതത്തിൽ വലിയ ജ്ഞാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് നേരമൊക്കെ കേട്ടു. പിന്നെ എൻ്റെ തൊട്ടടുത്തിരുന്ന ആളാണെങ്കിൽ കുട്ടികളെ കൊണ്ട് അതൊക്കെ വായിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേ ആളുകൾ അതിൻ്റെ ചുറ്റും നിൽക്കുന്നു, വായിച്ചു നോക്കുന്നു. അങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ വീണ്ടും നമ്മൾ ഈ കളർ എസ്കേപ്പിൻ്റെ ഓരോ പാളികളിലൂടെ നടന്ന് നീങ്ങി മെല്ലെ പുറത്തേക്ക് വരികയാണ്. ഇറങ്ങാൻ തോന്നുന്നില്ല, നല്ലൊരു അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ കുറേ നേരം കുറേ കുട്ടികളൊക്കെ ഇതിനകത്തൂടെ ഓടി കളിക്കുന്നുണ്ട്, ഒളിച്ച് കളിക്കുന്നുണ്ട്. കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആൾക്കാരും ഒക്കെ നന്നായിട്ട് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളർ എസ്കേപ്പിൻ്റെ പരിപാടി ഞാൻ മറ്റെവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് ഇന്ത്യയിലാണെങ്കിലും ഒക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവത്തിൽ കയറുന്നത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. കണ്ടോ, നമ്മുടെ ചെറുക്കനും നല്ല ആക്റ്റീവായി. ആദ്യം കയറിയ പോലെ ഒന്നുമല്ല, പടങ്ങിയിരിക്കുന്നേ ഇല്ല, ഭയങ്കര ഓട്ടമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. ഇവിടെ കുറച്ച് കൾച്ചറൽ ഇവൻറ്റ്സൊക്കെ നടക്കുന്നുണ്ട്, കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഉണ്ട്. അതുകൂടാണ്ട് ഇവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ആ കാഴ്ചകളിലേക്കൊക്കെയാണ് എനിക്ക് നിങ്ങളെ കൊണ്ടുപോകേണ്ടത്. അപ്പം ആ കാഴ്ചകളിലേക്കൊക്കെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എക്സിറ്റ് അടിക്കുന്നു. എക്സിറ്റ് അടിച്ച് കഴിഞ്ഞ് നമ്മുടെ ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഈ ഡ്രസ്സൊക്കെ തിരിച്ച് ഇവരെ ഏൽപ്പിക്കാം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഇവൻറ്റ്സ് നടക്കുന്നിടത്തേക്ക് പോകണം. അപ്പം ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു സംഭവം കേട്ടോ. ഈ മൊത്തം പ്രോഗ്രാമിലെ കുട്ടികളും ഇവരെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവർ കുറേ ബബിൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കും, അതിൻ്റെ പിന്നാലെ എല്ലാ പിള്ളേരും ഓടുന്നു. അതും ഒരു തരത്തിലുള്ള പല ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് പല വെറൈറ്റി ഓഫ് ബബിൾസൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഉള്ളിൽ സ്മോക്കുള്ള ടൈപ്പിൽ. അപ്പം അത് നമ്മുടെ പിള്ളേരെല്ലാവരെയും ഒന്ന് ഉണർത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ആ ഒരു മൈൻഡൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റായി. പിന്നെ ഒരു ആകർഷണമായിരുന്നത് ഈ ഫോട്ടോ കോർണർ. അപ്പോൾ ഈ ഫോട്ടോ കോർണറിൻ്റെ തൊട്ടടുത്താണ് ബബിൾസ് ചെയ്യുന്നത്. അപ്പം ഫോട്ടോ കോർണർ എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര തിരക്കാട്ടോ. അതായത് അവിടെ ഒരു ടാറ്റു ആർട്ടിസ്റ്റ് നിന്നിട്ട് നമുക്ക് ഒരു പിക്ക് വരച്ച് തരിക, അതായത് നമ്മളെ ഫേസിൽ ടാറ്റു ചെയ്ത് തരിക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഫോട്ടോ കോർണർ, നമുക്ക് അവിടെ പോയി നമ്മുടെ പിക്ക് എടുക്കാം. പിക്ക് എടുത്ത് നമുക്കത് കൊണ്ടുവരാം. അങ്ങനെയാണ്. പക്ഷേ മിക്കവാറും പേര് വരപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പിക്ക് എടുക്കാൻ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ നല്ല ഹൈ ക്വാളിറ്റി ക്യാമറാസൊക്കെ ഉള്ളതുകൊണ്ടും ആരും അങ്ങനെയുള്ള കാര്യത്തിനൊന്നും അധികം തിരക്കില്ലായിരുന്നു. പിന്നെ ഇതുപോലെ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഓരോ കൗണ്ടറിലും ഓരോ കാര്യങ്ങളെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഈ ഒരു കൗണ്ടറിലേക്ക് നോക്കിയാൽ സ്റ്റോൺ പെയിൻറ്റിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികൾക്ക് ഇരിക്കാൻ പാകത്തിന് കുറച്ച് മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ സ്റ്റോണ്, സ്കെച്ച്, കളേഴ്സ്, വാട്ടർ കളേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ മാറ്റിലും പില്ലോയിലും ഒക്കെ ഇരുന്നും കിടന്നും ഒക്കെ എല്ലാവരും വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ മറ്റൊരു സൈഡിൽ കീ ചെയിൻ പെയിൻറ്റിംഗ് ആണ്. നമുക്ക് സെൽഫായിട്ട് കുറച്ച് കീ ചെയിൻസ് അവർ തരും, നമുക്കതിൽ പെയിൻറ്റ് ചെയ്തിട്ട് അവിടെ വെക്കണമെങ്കിൽ അവിടെ വെക്കാം, കൊണ്ടുപോകണമെങ്കിൽ എടുക്കാം. അങ്ങനെ ഒരു കുട്ടിക്ക് ഒരെണ്ണം എന്ന ഒരു ഇതിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചത് ഇവിടുത്തെ ഒരു
ഇംഗ്ലണ്ടിലെ ഒരു ആൻറ്റി ആട്ടോ. ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞ് പരിചയപ്പെട്ടത്. അപ്പം പുള്ളിക്കാരിയാണ് നമ്മളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അതായത് നമുക്ക് 2 കുട്ടികളുണ്ട്, അവർ വെക്കേഷനിലാണ്, അവർക്ക് സ്കൂൾ തുറന്നിട്ടില്ല. അപ്പോൾ ഒരു ബോറടിക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഇടയിലാണ് പുള്ളിക്കാരി ഇങ്ങനെയൊരു പ്രോഗ്രാം ഇങ്ങനെ നടക്കുന്നുണ്ട്, അത് കുട്ടികൾക്ക് ഭയങ്കര ചേഞ്ച് ആയിരിക്കും, ഭയങ്കര ക്രിയേറ്റീവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ വന്നത്. എന്താണെങ്കിലും ഈ പ്രോഗ്രാം ഭയങ്കര നന്നായി എന്ന് നമുക്കും തോന്നി. കാരണം ഈ ഒരു പ്രോഗ്രാമിൽ വന്നതുകൊണ്ടാണ് അവർ കുറേ കൂടെ ഒന്ന് എക്സ്പോസ് ആയി തുടങ്ങി. അതായത് മറ്റു കുട്ടികളെയൊക്കെ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ വന്നിട്ടാണ്. അപ്പോൾ കണ്ടോ ഇങ്ങനെ കീ ചെയിൻ, പിന്നെ ദാ ഇതുപോലെ കുറേ പേപ്പേഴ്സിലും കാർഡും ചാർട്ട് പേപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികൾ അവരുടെ ക്രിയേറ്റീവ്സ് ചെയ്യുന്നു. പിന്നെ സ്റ്റെൻസിൽസൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ വരയ്ക്കുന്നുണ്ട്. പിന്നെ ദാ ഇതുപോലെ കുറേ മിനി ഗെയിംസൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തീരെ ചെറിയ കുട്ടികൾക്ക് മാത്രം കളിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള കുറച്ച് കുഞ്ഞു ഗെയിംസ്. ഇതിൽ അവർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും കുറേയൊക്കെ. പിന്നെ നമ്മൾ പാരൻസ് അവരെ കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പം ഇവാനെയും സംബന്ധിച്ച് ഇത് അവരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെയുള്ള കുറേ ഗെയിംസൊക്കെ അവർ ആദ്യമായിട്ട് കാണുക. അപ്പം അവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പറഞ്ഞ പോലെ അവരുടെ ശ്രദ്ധ ഫുള്ള് ഇതാ ഈ ഒരു ഏരിയയിലായിരുന്നു. എവിടെ നിൽക്കുമ്പോഴും അവരങ്ങോട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. കാരണം അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടെ തന്നെയാണ്. ആ ഏരിയ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു. എന്നിട്ട് പോലും അവരതെല്ലാം മറന്ന് ആ ഏരിയയിൽ ഒരുപാട് നേരം കളിച്ചു കേട്ടോ. നമ്മൾ മാക്സിമം അവരെ ടെൻറ്റിൽ ഇരുത്താൻ ശ്രമിക്കുമ്പോഴും അവർക്ക് ഇഷ്ടം അവിടെയായിരുന്നു. അപ്പോൾ നമ്മൾ ഓർത്തു എന്തായാലും ഇന്ന് അവർക്ക് വേണ്ടിയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യണം, അവരിഷ്ടം പോലെ എൻജോയ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഈ പ്രോഗ്രാം ഒരു ഏകദേശം രാവിലെ തുടങ്ങിയതാണെങ്കിലും ഞങ്ങളെത്തിയത് ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ്, വൈകുന്നേരം. അപ്പം തന്നെ എന്താ പറയുക, ഇവർ ഉറങ്ങുന്നൊരു ടൈമാണ് ഒന്നാമത്. നല്ല ക്ഷീണമായിരുന്നു. എന്നിട്ടും ഇവർ ഈ പ്രോഗ്രാം കുറേ ആസ്വദിച്ചു എന്ന് തന്നെ പറയാം. കണ്ടോ ഒത്തിരി വെറൈറ്റി ടൈപ്പ് ഓഫ് എന്താ പറയുക ബബിൾസ്, സ്മോക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പുള്ളിക്കാരി. ഇങ്ങനത്തെ ആർട്ടിസ്റ്റിന് എന്തെങ്കിലും പേര് പറയുമോയെന്നൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും അവർ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് When we were two different, we were so sensitive, gave me the best of it. I was so negative, now I feel terrible, but how I had it. And now I never was the best to you. I never was. A ty chcę wykrytać, jak trzeba. ഇവ പൊട്ടിച്ചോടി, ഇവ പൊട്ടിച്ചോ? ഇവോ വിട്ടെ. ഉള്ളിട്. അങ്ങനെ
അങ്ങനെ ടാറ്റൂവിൻ്റെ ഏരിയയിൽ നമ്മൾ വന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ക്യാപ്പ്, കുറേ കണ്ണാടി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ ഇങ്ങനെ ഫ്ലവർ മാലകളൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് ഡെക്കർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരുത്തൻ തന്നെ എല്ലാം എടുത്ത് കഴുത്തേലൊക്കെ തൂക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ടാറ്റൂയിങ്ങിലേക്ക് പോവാം. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഫേസ് ടാറ്റൂയിങ് ചെയ്യുന്നത്. പലയിടത്ത് കണ്ടിട്ടുണ്ടെങ്കിലും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും അവരോട് ചോദിച്ച് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ നോക്കി ചൂസ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ടാറ്റൂയിങ് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ നൈസായിട്ട് ഞാനും കൂടെ ടാറ്റൂ അടിച്ചു. അവിടെ മിക്കവാറും പേര് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കും തോന്നി ചുമ്മാ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആദ്യം ഇവാൻ ചെയ്തു, പിന്നെ ഇവ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഞാനും ടാറ്റൂ ചെയ്തു. അങ്ങനെ നമ്മൾ ടാറ്റൂവും ഒക്കെ ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. ഇവരെ സമ്മതിക്കണം, എത്ര നേരമായി നിൽക്കുന്നു എന്നറിയോ. നമ്മൾ വരുമ്പോഴൊക്കെ ഇവർ ഭയങ്കര ബിസിയാണ്. ഒരേ സ്ട്രെച്ചിൽ ഒരാൾ കഴിയുമ്പോൾ അടുത്ത ആൾ, അങ്ങനെ ഭയങ്കര വലിയൊരു നിര തന്നെ ഇവരുടെ മുന്നിലുണ്ട്. എന്നാലും അവർ വളരെ ക്ഷമയോടുകൂടി എല്ലാവർക്കും ടാറ്റു ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിൾ ആർട്ടാണ്, അങ്ങനെ ഭയങ്കര വലിയ കാര്യമായ വരെയൊന്നും ഇല്ലെങ്കിലും സിമ്പിൾ ആർട്ടാണ് അവർ ചെയ്യുന്നത്. നല്ല രസമുണ്ട്, ഭയങ്കര കെയറിങ് ആണ് കുട്ടികളോടൊക്കെ. ഇവർക്കൊരു പ്രത്യേക വാത്സല്യമൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവരും എല്ലാവരും ഇതിൻ്റെയൊക്കെ പല ഭാഗത്തായിട്ടുണ്ട്. അപ്പം ഞങ്ങളൊന്ന് അടുത്ത് കാണാനൊന്നും പറ്റിയിട്ടില്ല, കാരണം എല്ലാവരും പല ഏരിയയിലാണ് കേട്ടോ. പിള്ളേർ പോകുന്നതിൻ്റെ പുറകെയാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ ദാ എൻ്റെ ഫേസ് ടാറ്റൂയിങ് ഇതാ ഇങ്ങനെയാണ് ചെയ്തത്. ചുമ്മാ സിമ്പിൾ. ഇതെന്തിനാണ് ഞാൻ ചെയ്തത് എന്നൊന്നും വിചാരിക്കരുത്, ചുമ്മാ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇവിടെ എല്ലാവരും ടാറ്റൂയിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ്, അതായത് ബോഡി ടാറ്റൂ ഒക്കെ അടിക്കാനും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ക്ലിനിക്കിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്ലയൻസ് എന്ന് പറയുന്നത് ടാറ്റൂ ആർട്ടിസ്റ്റും അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും മറ്റ് ടാറ്റൂ ഒന്നും അടിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ഇത് ചുമ്മാ ഒരു ഡ്രോയിങ് അല്ലേ, അപ്പോൾ അതൊന്ന് ചുമ്മാ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ ടയേർഡായിട്ട് ഇനി എവിടെയെങ്കിലും ഇരിക്കണം എന്നൊക്കെ തോന്നി. അപ്പം അത്യാവശ്യം തണലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു കൗണ്ടർ നമ്മൾ കണ്ടുപിടിച്ചു. കാരണം വെയിൽ നല്ല രൂക്ഷമായതുകൊണ്ട് എല്ലാ കൗണ്ടറിലും നല്ല ചൂടായിരുന്നു. അപ്പോൾ അതാ ഈ ഒരു കൗണ്ടർ അത്യാവശ്യം കുഴപ്പമില്ലയെന്ന് മനസ്സിലായി, നമ്മൾ അവിടെ വന്നു. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് കുറേ പിക്ചേഴ്സ് അവർ എടുത്ത് വെച്ചിട്ടുണ്ട്, പ്രിൻ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് സ്കെച്ചോ ക്രയോൺസോ വാട്ടർ കളറോ ഒക്കെ ഉപയോഗിച്ച് എന്താ പറയുക പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കാം. നമ്മളോർത്ത് ഇവിടെ ആകുമ്പോൾ ഇവർ കുറച്ച് നേരം ഇരുന്ന് വരച്ചോളും, പിന്നെ ഇവർക്കും ഒരു ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇതാണ് ആ ഏരിയ. അങ്ങനെ അവരിങ്ങനെ ആസ്വദിച്ച് കളറടിക്കുന്നു. വേറെയും കുറേ കുഞ്ഞു കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പെയിൻറ്റിങ് ജോലിയിലാണ്. ഇവാനൊക്കെ കുറച്ച് ഉറക്കപ്പിച്ചിലാട്ടോ, ഇടയ്ക്ക് കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞൊക്കെ പോകുന്നുണ്ട്, അത്ര ഒരു ടയേർഡായിരുന്നു. എന്നാലും അവർക്ക് ഇവിടുന്ന് പോകണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നായിരുന്നു ഉത്തരം. അത്രയ്ക്ക് അവർ ഹാപ്പി ആയൊരു ദിവസമാണ് ഈ ഒരു ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ നമ്മുടെ അവിടെയും സമ്മർ ഹോളിഡേയ്സിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ ഈ പെയിൻറ്റിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം തൊട്ട് പുറത്ത് കുറച്ച് ഡാൻസ് സെക്ഷനൊക്കെ, അതായത് അവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ ഡാൻസ് പഠിക്കണമെങ്കിൽ അവർ ഡാൻസൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഈ പുള്ളി എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഒരു ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ഡാൻസ്, പഞ്ചാബി സോങ് ഒക്കെ വെച്ചിട്ടാണ് കളിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേറൊരു ബ്രദർ വന്നു, നൈജീരിയനാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. പുള്ളി പിന്നെ നല്ല അസാധ്യമായ ഡാൻസ് തുടങ്ങി. അപ്പോഴത്തേക്ക് കുറേ ആളുകളും വന്നു കേട്ടോ, കുറേ കുട്ടികളും വന്നു ഡാൻസ് കളിക്കാനായിട്ട്. അപ്പോൾ ഇനി ആ ഒരു ഭാഗമൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പെയിൻ്റ് അടിക്കുന്ന ഈ ഒരു പ്രിൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ഒരു ഗണപതിയുടെ പിക്ചറാണ്. അപ്പോൾ ഇവിടെ ഗണപതി എങ്ങനെ വന്നു അത് ഞാനും ആലോചിച്ചായിരുന്നു കേട്ടോ. ചിലപ്പം ആരെങ്കിലും ഇന്ത്യക്കാരായിരിക്കും ഈ ഒരു കൗണ്ടറിൻ്റെ ഇൻചാർജൊക്കെ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പുള്ളി, ഡാൻസിൻ്റെ ആശാൻ. അതെ, ഈ ആശാൻ്റെ നേതൃത്വത്തിലാണ് ഇനിയിപ്പോൾ ഇവിടെ ഡാൻസ് അരങ്ങേറാൻ പോകുന്നത്. എത്രയോ പേര് എവിടെ നിന്ന് വന്നെന്നറിയില്ല, പുള്ളി ഇങ്ങോട്ട് വന്നതും നിറച്ച് കുട്ടികളും വലിയവരും ഒക്കെ വന്നു. പിന്നെ എല്ലാവരും കൂടെ അടിച്ച് പൊളി ഡാൻസ് ആയിരുന്നു. Why you mad? Fix your face. Say my fault they all be jacking. Keep up. Players on, man. Come on.
Everybody warm. You should be warm because it's hot. And I think the dance will go. So you have to be warm already. So when it gets 20, everybody go? അതൊക്കെയല്ലേ കുറേ നേരം സൈൻ ബോബനായിട്ട് അങ്ങനെ ഡാൻസൊക്കെ കൊള്ളാം അല്ലേ? അതൊക്കെ എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു കൗണ്ടറും കൂടെ ഉള്ളൂ. അവിടെ കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ എക്സിറ്റ് അടിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും എന്തൊക്കെയോ സ്റ്റിക്കർ വർക്കിലാണ്. ഞങ്ങളും കുറച്ച് സ്റ്റിക്കേഴ്സും കുറച്ച് വാട്ടർ ബോട്ടിൽസ് ബാഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദാ ഇവിടെ ഇരുന്ന് അതെല്ലാം ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ദാ ഈ സൈഡിലുള്ള ബാഗാട്ടോ, നമുക്ക് അതിൻ്റെ മേളിൽ വേണമെങ്കിൽ പടങ്ങളൊക്കെ വരയ്ക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ ബോട്ടിൽ 2 വാട്ടർ ബോട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് അവർ തന്നിട്ടുണ്ട്. അപ്പം ആ സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ ഈ വാട്ടർ കപ്പ് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ദാ ഈ ബ്ലൂ ഡ്രസ്സിൽ കാണുന്നതൊക്കെയാണ് ഈ പ്രോഗ്രാമിൻ്റെ വോളണ്ടിയേഴ്സ്. അപ്പോൾ അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ദാ ഇതുപോലെ കണ്ടോ, നല്ല ഭംഗിയുള്ള സ്റ്റിക്കേഴ്സാണ് അവർ തരിക. നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഇതിങ്ങനെ ഒട്ടിക്കുക, നമ്മളിതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കും. പിള്ളേർ അതിങ്ങനെ പൊളിച്ചെടുക്കുമ്പം ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കും, അവരതിന് പൊളിച്ചെടുക്കും. അപ്പോൾ അതാണ് ഇവിടെ പരിപാടി നടക്കുന്നത്. കണ്ട് ഇതുപോലെ ക്യാൻഡിൽസൊക്കെ പെയിൻറ്റൊക്കെ ചെയ്തിട്ട് ചില കുട്ടികൾ അവിടെ തൂക്കിയിട്ടുണ്ട്. ചില ആളുകളൊക്കെ അത് ഉണങ്ങി കഴിഞ്ഞിട്ട് വന്ന് കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. അല്ലാതെ ചോദിച്ചാലും നമുക്ക് വേണമെങ്കിൽ 1-2 ക്യാൻഡിൽസൊക്കെ അവർ തരും. ഇനി ഇവിടെ കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ട്, അപ്പോൾ അതൊന്ന് കാണാം അല്ലേ. അപ്പോൾ അതിൽ കൂടുതലിട്ടാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കും, ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ മ്യൂസിക്കിനെ അധികം ഇടുന്നില്ല. പക്ഷേ ഈ മ്യൂസിക് എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാണികളെ നോക്കിയാൽ മതി. മെല്ലെ മെല്ലെ അവരൊക്കെ ഡാൻസ് കളിച്ച് തുടങ്ങിയിട്ടോ. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ പഞ്ചാബി സോങ്ങാന്ന് തോന്നുന്നു പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ബീറ്റ്സും നല്ല അടിപൊളി ഒരു മൂഡും ഒക്കെ ആ പാട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് രാജ്യക്കാരാണെങ്കിലും അത് ഒരുപോലെ ആസ്വദിക്കുന്നതായിട്ട് നമുക്ക് തോന്നി. കാരണം അറിയാതെ തന്നെ എല്ലാവരും ആ ബീറ്റ്സിനൊത്ത് താളം പിടിക്കാനും ഡാൻസ് ചെയ്യാനും ഒക്കെ അവർ എൻജോയ് ചെയ്തു. അപ്പം നമ്മളും ആ കൂട്ടത്തിൽ അവിടെ നിന്നത് എൻജോയ് ചെയ്തിട്ടോ. അങ്ങനെ നമ്മൾ ആ പാട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മെല്ലെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ മെല്ലെ പോരുകയാണ്. എന്തായാലും ഈ പ്രോഗ്രാം ഭയങ്കര കളർഫുള്ളായിരുന്നു. നമുക്ക് നല്ല കുറച്ച് മൊമെൻറ്റ്സൊക്കെ തന്നു. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. വീണ്ടും കാണുന്നത് വരെ ബായ്.